ചാലിയം ബീച്ചിൽ വന്നാലേ ഇത്തരത്തിലുള്ള വെറൈറ്റി മോഡേൺ കടകൾ കാണാം അല്ലേ. ചിലത് ഓപ്പൺ ആയിട്ടുണ്ട്, ചിലത് ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളിയൊക്കെ. അപ്പോൾ ലോകോത്തര രാജ്യങ്ങളിലൊക്കെ കാണുന്ന മാതിരി നമ്മളെ ചാലിയം ഏകദേശമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. എന്ത് സെറ്റപ്പിൽ ആ കാണുന്നത് ചാലിയാണ്, നമ്മൾ ബേക്കിൽ കാണുന്നൊക്കെ ചാലി. എന്തായാലും ഇത് കണ്ടില്ലേ, അത് മനോഹരമായിട്ട് അല്ലേ, ഒരു വെറൈറ്റി സ്റ്റൈലിൽ ഓലോണ്ടൊക്കെ മേലെ പനോലോണ്ടൊക്കെ വെച്ചിട്ട് സൈഡിൽ മറിച്ചിട്ട്. ഇതൊന്നും കറക്റ്റ് ഓപ്പൺ അല്ല, ഇതൊക്കെ എന്താ വർക്കിംഗ് ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളിയൊക്കെ. നമ്മൾ ചാലിയത്ത് നിന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മുളകൊണ്ടൊക്കെ ഉണ്ടാക്കി. കാരണം ഇത്തരത്തിലുള്ള വൈബ് സ്ഥലങ്ങളാണെന്ന് ആളുകൾക്ക് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള വൈബ് സ്ഥലങ്ങളാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വെറൈറ്റി കടകളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും അല്ലേ, ആ വരുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും. വൈകുന്നേരം ഇപ്പോൾ രാവിലെയാണ് ആളില്ല, വൈകുന്നേരം സമയങ്ങളിലൊക്കെ നല്ല ആൾക്കാരുണ്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല. ഇതിനൊക്കെ ബേക്കിൽ ഇപ്പോൾ മഴ പെയ്താലും നമ്മൾ ടൗസർ വരുന്നതാണ്, ഞാൻ കോലത്തിലാണ്. പക്ഷെ എന്നാലും ഇതിന് ബാക്കി പല പണികളും ഇതൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അല്ലേ, ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ആൾക്കാരെ കയ്യിൽ പിടിക്കാൻ പറ്റിയ ചെറിയ ബഡ്ജറ്റ് ചെറുമാരി മട്ടത്തിലല്ലേ. മൂന്ന് മുളൻ്റെ കാല് കൊടുത്തുകൊണ്ട് ചെറിയ ഓലോണ്ടൊക്കെ മേഞ്ഞിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന, ആൾക്കാരെ കണ്ണിൽ പെട്ടെന്ന് ആകർഷിക്കും ആ ഒരു കോലത്തിൽ. ആരാണ് ഇതിൻ്റെ ബേക്കിലെ വിദഗ്ധ തന്ത്രജ്ഞൻ എന്ന് അറിയില്ല. ചാലിയം ബീച്ചിൻ്റെ ഈ കഥകൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ചാലിയം ബീച്ചിലാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട്. ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ വൈകുന്നേരമൊക്കെ ഒരുപാട് ഈവനിങ് കടകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേമാതിരി ചെറിയ ആളുകൾ കെട്ടിയുണ്ടാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കണ്ടുപഠിക്കാൻ പറ്റും ഇത്തരം വൈബ് കടകൾ. ഒരു രക്ഷയില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ ആരായാലും കടകളിൽ വൈബ് കടകളാണ്, ഇത്തരത്തിലുള്ള ചെറിയ സ്നാക്സ് കടകൾ ആഗ്രഹിക്കുന്നത്. കണ്ടുവെച്ചോളി, ഉപകാരത്തിൽപ്പെടും. ചാലിയത്താണ്. ചാലിയം വന്നോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.